من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين. قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بكرة لا فارغ ولا بكر عوان بين ذلك فافعلوا ما تؤمرون. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بكرة صفراء فاقع لونها تسر الناظرين. قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله لمهتدون. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ വിശാലത കൊണ്ട് സാധുക്കളായ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹദായ ഫദ്ല് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറ. അതിലെ 67 മുതൽ 71 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. പ്രധാനപ്പെട്ട ഒറ്റ വിഷയമാണ് ഇത്രയും ആയത്തുകളിൽ അല്ലാഹു ചർച്ച ചെയ്യുന്നത്. അഥവാ ഈ പരിശുദ്ധമായ സൂറത്തിന് ബഖറ എന്ന് പേര് വയ്ക്കാനുണ്ടായ കാരണം നേരത്തെ സൂചിപ്പിച്ചു. ഈ സൂറത്തിൽ ബക്കറിനെ സംബന്ധിച്ച് അഥവാ പശുവിനെ പറ്റി ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയെ ആധാരമാക്കിക്കൊണ്ടിട്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ബഖറ എന്ന് പേര് വയ്ക്കപ്പെട്ടത് എന്ന് ആമുഖത്തിൽ പറയുകയുണ്ടായി. ആ സംഭവമാണ് ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, ഉറങ്ങാതെ ഇരുന്ന് കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് ഇவ்விதം കൽപ്പിക്കുകയുണ്ടായി അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. എന്താ കൽപ്പിച്ചത്? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, പടച്ചവൻ നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് കൽപ്പന.
ഒരു പശുവിനെ അറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ആ കൽപ്പന നിങ്ങൾ നിറവേറ്റണം. ജനങ്ങളോട് അഥവാ തന്റെ ജനതകളോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറിയിപ്പാണ്. ഏലാൻ കേട്ട ഉടനെ ആളുകൾ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അവർ ചോദിച്ചു, ഖാലൂ അതത്തഖിദുനാ ഹുസ്വ, ഓ മൂസ, നീ ഞങ്ങളെ കളിയാക്കുകയാണോ? നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? പശുവിനെ അറുക്കാൻ പറഞ്ഞ് നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഉടനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ എപ്പോഴും അവിവേകികളിൽ അഥവാ ജാഹിലീങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് അഭയം തേടുന്നു, അള്ളാഹുവിനോട് കാവൽ തേടുന്നു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയോട് പശുവിനെ അറുക്കാൻ പറഞ്ഞത്? എന്തിനാണ്? ചരിത്രം നമ്മൾ പഠിച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞത്. അതിലൊന്നാമത്തെ കാര്യം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതകളിൽ പശുവിനോട് വലിയ ആരാധന തോന്നിയിരുന്ന, പശുവിനെ ആരാധ്യ വസ്തുവായി കണ്ടിരുന്ന, പശുവിനെ പൂജിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അത് നല്ല മഞ്ഞ സ്വർണ്ണ നിറത്തിലുള്ള പശുവിനെ ദൈവമായി കാണുകയും അതിനെ പൂജിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ ഫാസിസ്റ്റ് ഭരണകൂടം പോലെ. അപ്പൊ പശുവിനെ അറുക്കലിലൂടെ അവര് മനസ്സിലാക്കിയിരുന്നതാണ്, അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ദൈവമാകുന്ന, പൂജിച്ചിരുന്ന അള്ളയല്ലാത്ത വസ്തുവിന് യാതൊരു വിലയും നിലയും ഇല്ല. അവരെ അറുക്കലിലൂടെ അവർക്ക് യാതൊരു അനർത്ഥങ്ങളോ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ അവരിൽ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടുത്തണം. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, ബനൂ ഇസ്രായേലിൽ ഒരു കൊലപാതകം നടന്നു. പക്ഷേ ഘാതകൻ ആരാണ് എന്ന് തിരിച്ചറിയുന്നില്ല, ആരാണ് കൊന്നത് എന്നറിയുന്നില്ല. ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ആ കൊലയാളിയെ സംബന്ധിച്ച് ആളുകളുടെ ഇടയിൽ വലിയ സംശയങ്ങൾ നിൽക്കുകയാണ്. ആരാണ് കൊല ചെയ്തത്? എല്ലാവരും സംശയത്തിന്റെ നിഴലിലാണ്. എത്രത്തോളം? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും സംശയത്തിന്റെ നിഴലിലാണ്. അപ്പൊ അതുകൊണ്ട് ഘാതകനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കണം. ആരാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് വ്യക്തമാക്കി ആളുകളുടെ മുന്നിൽ കാണിക്കപ്പെടണം. അതിന് ഒരു നിമിത്തമാണ് ഈ പശുവിനെ അറുക്കൽ. ഈ രണ്ട് ഹിക്മത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പശുവിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചതിലൂടെ ഉള്ളത്. ആ സംഭവം പുറകെ വരുന്നുണ്ട്, ആയത്തിൽ തന്നെ വരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ അവിവേകം കാണിക്കുന്ന അല്ലെങ്കിൽ അവിവേകം പറയുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. ഞാൻ അങ്ങനെ അവിവേകം പറയുന്ന ആളല്ല. ഉടനെ അവരുടെ ചോദ്യം വന്നു, ഖാലൂ ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി. ഉടനെ തന്നെ അവർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഓ മൂസ, അങ്ങയുടെ നാഥനോട് ദുആ ചെയ്യണം, അങ്ങയുടെ നാഥനോട് ദുആ ചെയ്യണം. യുബയ്യിൻ ലനാ മാ ഹിയ. ആ ഏത് പശുവിനെയാണ് ഞങ്ങൾ അറുക്കേണ്ടത് എന്ന്, ഏത് തരത്തിലുള്ള പശുവിനെയാണ് ഞങ്ങൾ അറുക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ, വിവരിച്ചു തരാൻ വേണ്ടി അങ്ങയുടെ നാഥനോട് ദുആ ചെയ്യണം. നോക്കണേ, ഞങ്ങളുടെ റബ്ബ് എന്നവരുടെ പ്രയോഗം അവരെവിടെയും നടത്തിയിട്ടില്ല. അവരെപ്പോഴും ഇതിനകത്ത് അവരുടെ പ്രയോഗം മൂസായുടെ റബ്ബിനോട് ചോദിക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ചോദിക്കും എന്നാണ്. ഞങ്ങളുടെ റബ്ബ് എന്നൊരു വാക്ക് അവരുടെ നാവിൽ നിന്ന് വന്നിട്ടില്ല. അവരപ്രകാരമാണ് അവരുടെ ശൈലി. അതാണ്, ഓ മൂസ, അങ്ങയുടെ റബ്ബിനോട് ഒന്ന് ദുആ ചെയ്യ്, ഒന്ന് പ്രാർത്ഥിക്കുക, ഏത് പശുവിനെയാണ് ഞങ്ങൾ അറുക്കേണ്ടത് എന്ന് ഒന്ന് വിവരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു.
ഉടനെ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. قال إنه يقول إنها بكرة لا فارض ولا بكر. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്, ലാ ഫാരിദുൻ വലാ ബിക്ർ, പ്രായം കുറഞ്ഞതോ പ്രായം കൂടിയതോ ആവരുത്, അവാനും ബൈന ദാലിക, ഇത് രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്നതായിരിക്കണം. പ്രായം കൂടിയതിനെ അറക്കാൻ പാടില്ല, പ്രായം കുറഞ്ഞതിനെ അറക്കാൻ പാടില്ല. ഇത് രണ്ടിന്റെയും ഇടയിലുള്ളത് പശുവിനെ ആയിരിക്കണം നിങ്ങൾ അറക്കേണ്ടത്. ഫഫഅലൂ മാ തുഅ്മറൂൻ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾ ചെയ്തു കൊള്ളുക. സമയമൊന്നുമില്ല, കൂടുതൽ സമയമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊള്ളുക. അറക്കേണ്ട പശു ഇങ്ങനെയുള്ളതാണ്. വീണ്ടും അവരുടെ ചോദ്യം, قالوا ادع لنا ربك يبين لنا ما لونها. ഇവിടെ അള്ളാഹു പറഞ്ഞത് പ്രായം കുറഞ്ഞതോ അധികം പ്രായം കൂടിയതോ ആകരുത്, ഇത് രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന പശുവിനെ ആയിരിക്കണം അറുക്കേണ്ടത്. പക്ഷേ പശുവിന്റെ നിറത്തെ പറ്റി അള്ളാഹു പറഞ്ഞില്ല. ഓ മൂസ, അങ്ങ് റബ്ബിനോട് ദുആ ചെയ്യണം, അതിന്റെ നിറം എങ്ങനെയുള്ളതാണ്, നിറമുള്ളതാണെന്ന് വിശദീകരിച്ചു തരാൻ. ഏത് നിറത്തിലുള്ള പശുവിനെ അറുക്കണം എന്ന് വിശദീകരിച്ചു തരാൻ അങ്ങയുടെ നാഥനോട് ദുആ ചെയ്യണം. അതിന്റെ നിറം എന്തായിരിക്കണം, ഏതായിരിക്കണം? ഉടനെ അല്ലാഹുവിന്റെ മറുപടി വന്നു, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫ്റാ ഫാഖിഉൻ ലൗനുഹാ തസുറുൻ നാദിരീൻ. ഉടനെ അള്ളാഹുവിന്റെ മറുപടി വന്നു, കാണികളിൽ കൗതുകം ഉണർത്തുന്ന, അതായത് കണ്ട് കാണുന്ന ആൾക്ക് അത്ഭുതം കൂറണം. ഓ, എന്തൊരു നിറമാണ്, എന്തൊരു ഭംഗിയാണ്. അങ്ങനെ കാണികളിൽ കൗതുകം ഉണർത്തുന്ന തെളിഞ്ഞ മഞ്ഞ നിറത്തിലുള്ള പശുവായിരിക്കണം. തെളിഞ്ഞ മഞ്ഞ നിറത്തിലുള്ള പശുവായിരിക്കണം. ഈ മഞ്ഞ പശുവിനെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്, അവർ പൂജിച്ചുകൊണ്ടിരുന്നത് മഞ്ഞ നിറത്തിലുള്ള പശുവിനെയാണ്. അള്ളാഹ് പറയുകയാണ്, കാണികളിൽ കൗതുകം ഉണർത്തണം, കണ്ടാൽ അവർ അത്ഭുതപ്പെട്ട് അമ്പരന്ന് നിൽക്കണം. ഇതെന്തൊരു നിറമാണ്, ഇതെന്തൊരു ഭംഗിയാണ് എന്ന് കാണുന്ന ആളുകൾക്ക് തോന്നണം. ഒപ്പം തെളിഞ്ഞ മഞ്ഞ നിറമുള്ള പശുവായിരിക്കണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പന. വീണ്ടും അവരുടെ ചോദ്യം, ഖാലൂ ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ. വീണ്ടും അവർ അല്ലാഹുവിനോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, ഓ മൂസ, അങ്ങയുടെ റബ്ബിനോട് ദുആ ചെയ്യണം. ഇന്നൽ ബഖറ തശാബഹ അലൈനാ, അത് ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് വിശദീകരിച്ചു തരാൻ വേണ്ടി അങ്ങ് അപേക്ഷിക്കണം. കാരണം ഇതിപ്പോ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി പോയി. അവര് തന്നെ പറയാ, ഈ വിന വരുത്തി വെച്ചതാരാണ്? വിന വരുത്തി വെച്ചതാരാണ്? അള്ളാഹ് ഒറ്റ കാര്യം പറഞ്ഞോളൂ, അൻ തദ്ബഹു ബക്കറ, നിങ്ങൾ പശുവിനെ അറുക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്താൽ പോരായിരുന്നു ഈ പയ്യന്മാർ? അവർ തന്നെയല്ലേ ചോദ്യങ്ങൾ ചോദിച്ചത്, അവർ തന്നെയല്ലേ ആവശ്യപ്പെട്ടത്? അവര് ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലാഹു തആല എന്ത് ചെയ്തു? ഓരോ കാര്യങ്ങൾ അല്ലാഹു അവരോട് പശുവിനെ വർണ്ണിച്ചുകൊണ്ടേയിരുന്നു. അവസാനം എന്തായി പോയി? തശാബഹ അലൈനാ, പശു ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതായി പോയി. ആകെ കൺഫ്യൂഷനായി, എല്ലാവരും കൺഫ്യൂഷനായി പോയി. ഇപ്പൊ ഏതിനെ അറുക്കുന്നത്, ഏതിനെ അറുത്താൽ ശരിയാവും, ഏതിനെ അറുത്താലേ ശരിയാകുക? ആകെ കൺഫ്യൂഷനായി പോയി. ഇൻഷാ അല്ലാഹ് ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചു തരാൻ വേണ്ടി അങ്ങയുടെ നാഥനോട് ചോദിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, ഞങ്ങൾ അല്ലാഹു വേണ്ടുക വെക്കുന്നുവെങ്കിൽ, അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞങ്ങൾ സന്മാർഗത്തിൽ എത്തിപ്പെടും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ഈ ആയത്ത് സഹാബത്തിന് ഓതിക്കൊടുത്തുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ,
ലൗലാ അന്ന ബനി ഇസ്രായീൽ ഖാലൂ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ബനൂ ഇസ്രായേലിയർ പശുവിനെ അറുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായപ്പോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലുള്ള ഒരു പശുവിനെ അവർ അറുത്തിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ ഞങ്ങൾ സന്മാർഗത്തിൽ എത്തിപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു പശുവിനെ അറുത്തിരുന്നുവെങ്കിൽ അവർക്കത് മതിയാകുമായിരുന്നു. അല്ലാഹു റസൂൽ പറയാണ്, അവർക്കത് മതിയാകുമായിരുന്നു. അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ അവര് ചോദ്യങ്ങൾ ചോദിച്ചവര് കടുപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കടുപ്പിച്ചപ്പോ അല്ലാഹു അവരുടെ മേലും കടുപ്പമാക്കി തീർത്തു. അവസാനം കൺഫ്യൂഷനായി. ഏത് പശുവിനെ അറുക്കണമെന്ന് അവർക്ക് അറിയാൻ പാടില്ലാത്ത അവസ്ഥയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബകറത്തുൻ ലാ ദലൂലുൻ തുതീറുൽ അർള വലാ തസ്ഖിൽ ഹർസ മുസല്ലമത്തുൻ ലാ ശിയത ഫീഹാ. ദാവരുന്നു അടുത്തത്. എങ്ങനെയുള്ള പശുവാണെന്ന് അല്ലാഹു വീണ്ടും വിശദീകരിക്കുകയാണ്. അല്ലാഹ് പറയുകയാണ്, നിലം ഉഴുതുവാനോ അതേപോലെ തന്നെ വിള നനയ്ക്കുവാനോ അതേപോലെ തന്നെ യാതൊരു വിധമായ കലകളുമില്ലാത്ത അഥവാ പുള്ളിയില്ലാത്ത കുറ്റമറ്റതുമായ പശുവിനെ ആയിരിക്കണം അവരറുക്കേണ്ടത്. നിലം ഉഴുതുന്ന മൃഗമാകരുത്. നിലം ഉഴുതാൻ വേണ്ടി ഉള്ള മൃഗമാകരുത്. അങ്ങനെ ഉഴുതാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട മൃഗമാകരുത്. വലാ തസ്കിൽ ഹർസ, അതേപോലെ തന്നെ കൃഷിയുടെ വിളകളെ നനയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച മൃഗവുമാകരുത്. മുസല്ലമത്തുൻ ലാ ശിയത ഫീഹാ, കലകളൊന്നും ഉണ്ടാകരുത്, പുള്ളികളൊന്നും ഉണ്ടാകരുത്. ആ പശുവിന് പുള്ളി ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള പശുവായിരിക്കണം. ഇത് കേട്ടപ്പോ അവർ പറഞ്ഞു, ഖാലൂ അൽആൻ ജിഇത ബിൽ ഹഖ്, ഇപ്പോഴാണ് മൂസ നിങ്ങൾ സത്യം പറഞ്ഞത്. ഒരു പറയാണ്, ഇപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമായി എങ്ങനത്തെ പശുവായിരിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ അവർ പശുവിനെ കണ്ടെത്തി. അവർക്ക് മനസ്സിലായി. ഇപ്പോഴാണ് അവർക്ക് ബോധ്യമായത് ഏത് പശുവാണ്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരുന്ന ഏത് പശു. പണ്ട് സാമിരി മുഴുവൻ ആളുകളുടെയും സ്വർണങ്ങൾ കൂട്ടിയിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങിക്കാൻ വേണ്ടി തൂരി സിനായിലേക്ക് പോയപ്പോ ഹാറൂൻ നബിയെ പകരക്കാരനാക്കി വെച്ചിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സിനാ പർവ്വതത്തിലേക്ക് തൗറാത്ത് വാങ്ങിക്കാൻ പോയപ്പോ ഈ പഹയന്മാര് അവരുടെ അടുക്കലേക്ക് സാമിരി കടന്നു വന്നിട്ട് അവരെ ആരാധിക്കാൻ വേണ്ടി അവർക്കൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സാമിരി അവരുടെയൊക്കെ സ്വർണം വാങ്ങിച്ചിട്ട് ഉരുക്കിയിട്ട് സ്വർണ്ണ കളറിൽ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി കൊടുത്തു. അങ്ങനെ ആ പശുക്കുട്ടിയെ അവർ അല്ലാഹു ഒരുപാട് ആരാധിച്ചുകൊണ്ടിരുന്നു. ഏതുവരെ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരുന്നവരെ. തൗറാത്ത് കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരുന്നവരെ ഈ പശുക്കുട്ടിയാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഈ പശുവാദക്കാരന്മാരായ ആളുകളുണ്ടല്ലോ ഇപ്പൊ ഇന്ത്യയിലെ പുതിയൊരു സംസ്കാരം. പശുവിനെ വളർത്തണം, പശുവിനെ കൊന്നാൽ ജയിലിലാണ്, പശുവിനെ അറക്കാൻ പാടില്ല, പശുവിന്റെ മാംസം വിൽക്കാൻ പാടില്ല, അതിനെ തിന്നാൻ പാടില്ല. എത്ര കൊലപാതകങ്ങൾ നടത്തി പശുവിനെ കൊന്നു എന്ന് പറഞ്ഞ്, പശുവിന്റെ മാംസമാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് എത്ര കൊലപാതകങ്ങൾ നടത്തി, എത്ര ആളുകളെ തെരുവിൽ കൊന്നു തള്ളിയവര്. ഈ സംസ്കാരം അവിടെ നിന്ന് ഉടലെടുത്തതാണ് പശുവിന്റെ ആരാധന. ഇപ്പൊ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന ആ മഞ്ഞ നിറത്തിലുള്ള ആ പശുവാണ്. അങ്ങനെ അവരത് ചെയ്യാൻ അവർ തയ്യാറായി. അവർ പശുവിനെ അവരറുത്തു. അവരത് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവരതിനെ അറുക്കുകയുണ്ടായി. ആ പശുവിനെ അവരറുക്കുകയുണ്ടായി. അറുത്തതിന് ശേഷം എന്താണ് സംഭവം?
അർത്ഥത്തിന് ശേഷം ഒന്നും സംഭവിച്ചില്ല. അവരുടെ ഹൃദയത്തിൽ നിന്ന് പശുവിനോടുള്ള ആരാധനയും ഭക്തിയും കൊഴിയാൻ കാരണമായി. പിന്നെ രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ബനൂ ഇസ്രായേലിൽ ഒരു കൊലപാതകം നടന്നു. കൊല എന്താണ് നടന്നത്? അനന്തരാവകാശികൾ ആരില്ല, അതാ മക്കളൊന്നും ആരുമില്ല, മക്കളില്ല, ഭാര്യയില്ല, അങ്ങനെയുള്ള ഇല്ലാത്ത വലിയ ധനികനായ വലിയ സമ്പന്നനായ ഒരാൾ എന്ത് ചെയ്തു? ഒരാളുണ്ടായിരുന്നു, വലിയ സമ്പന്നൻ. ആർക്കും ഒന്നും കൊടുക്കില്ല, ഒരു മനുഷ്യനൊന്നും കൊടുക്കില്ല, പിശുക്കിന്റെ മേൽ പിശുക്കനായ. അപ്പൊ സഹോദരന്മാര് ചെന്നിട്ട് ചോദിച്ചു, നിനക്ക് മക്കളൊന്നും ഇല്ലല്ലോ, നിനക്ക് ഭാര്യയില്ല, നിനക്ക് മക്കളില്ല, നിനക്ക് അനന്തരാവകാശികളായിട്ട്, നിന്റെ സ്വത്തിന്റെ അവകാശികളായിട്ട് അനന്തരാവകാശികൾ ആരുമില്ല, സഹോദരങ്ങളായി ഞങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ സ്വത്തിന്റെ അനന്തര സ്വത്ത് ഞങ്ങൾക്ക് തരണം കേട്ടോ. വലിയ സമ്പന്നൻ സ്വത്ത് ഞങ്ങൾക്ക് തരണം. അപ്പോ ഈ ധനികനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് തരത്തൊന്നുമില്ല, ദൂരെ കളഞ്ഞാലും നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞു. തറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ സഹോദരന്മാരെ എന്ത് ചെയ്തു? പാതിരാ നേരത്ത് ഒരുമിച്ച് കൂടി മുസാവറ ചെയ്ത് ഒരുമിച്ച് കൂടി ഈ മനുഷ്യനെ കൊന്നു കളഞ്ഞിട്ട് ഈ മനുഷ്യന്റെ മയ്യത്തിനെ കൊണ്ടുപോയി എന്ത് ചെയ്തു? ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. രണ്ടഭിപ്രായമുണ്ട്. ഒരാളുടെ വീടിന്റെ വാതിലിൽ കൊണ്ടുപോയി വെച്ചു വന്നു, അതല്ല ജനങ്ങൾ മുഴുവൻ തിങ്ങിപ്പാർക്കുന്ന ഇടത്ത്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഈ മയ്യത്തിനെ, ഈ ബോഡിയെ കൊണ്ടുപോയി അവരവിടെ കൊണ്ടുപോയി. അവസാനം ആരാണിത് കൊന്നത് എന്ന് തിരിച്ചറിയുന്നില്ല. ഇവരൊട്ട് ഏറ്റിട്ടുമില്ല. ഇവര് പിറ്റേ ദിവസം നേരെ രാവിലെ ഈ ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ സഹോദരന്മാരെ കൊന്ന സഹോദരന്മാര് ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ പോയി ചെന്ന് നിന്നിട്ട്, ഞങ്ങളുടെ സഹോദരൻ പോയല്ലോ, ഇവനാരാ തട്ടിയത്, ഇവനാരാ തട്ടിക്കളഞ്ഞാരാ? സഹോദരന്മാരാണ്. ആൾക്കൂട്ടത്തിനിടയിൽ പോയിട്ട് കൺഫ്യൂഷൻ ഉണ്ടായി. എന്നിട്ട് ഇവര് തന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നവനായിരിക്കും. അങ്ങനെ കൂടി നിന്ന മുഴുവൻ ആളുകളുടെ നേരെയും വിരൽ ചൂണ്ടി അവസാനത്തെ വിരൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേരെയും നീട്ടി. മൂസ ആയിരിക്കും ഇതൊക്കെ ചെയ്തത്. അങ്ങനെ കൺഫ്യൂഷനായി, ആളുകളുടെ ഇടയിൽ മുഴുവൻ കൺഫ്യൂഷനായി. ആരാണ് ഈ കൊലപാതകം ചെയ്തത്? ആ കൊലപാതകം തെളിയിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പശുവിനെ അറുത്തിട്ട് ആ പശുവിന്റെ മാംസത്തിൽ നിന്ന് ഒരു ഭാഗം ഈ മരണപ്പെട്ട് കിടക്കുന്ന ഈ മയ്യിത്തിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടിക്കാൻ വേണ്ടി അല്ലാഹു തആലയുടെ കൽപ്പന ഉണ്ടാകുകയാണ്. അടിക്കുമ്പോ ജനലക്ഷങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയാണ്. അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അല്ലാഹു കുറ്റവാളിയെ തെളിയിക്കാൻ പോവുകയാണ്. എല്ലാവരും സംശയത്തിന്റെ നിഴലിലാണ്. ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഈ അറുക്കപ്പെട്ട മൃഗത്തിന്റെ മാംസത്തിന്റെ ഒരു ഭാഗം കഷ്ടിച്ചെടുത്ത് ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് അടിച്ചപ്പോ ഈ മനുഷ്യൻ എന്തായി മാറി? ഹയ്യായി മാറി, ജീവനുള്ള മനുഷ്യനായി മാറി. മരിച്ച ആൾ അല്ലാഹു തആല ജീവിപ്പിച്ചു. ജീവിച്ചു കഴിഞ്ഞപ്പോ ഇയാളോട് ചോദിച്ചു, ആരാ നിങ്ങളെ തട്ടിയത്? അപ്പൊ പറഞ്ഞു, മൂത്തവൻ കൈപിടിച്ച് കെട്ടി, രണ്ടാമത്തവൻ കാലിൽ കെട്ടി, ഇടയിൽ നിന്നവൻ എന്നെ തട്ടി. അപ്പന്മാരാണ് എന്നെ കൊന്നതെന്ന് പറഞ്ഞു. കൊലയാളികളെ തിരിച്ചറിഞ്ഞില്ലയോ? ഇതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് പശുവിനെ അറുക്കാൻ വേണ്ടി ഈ സമൂഹത്തോട് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായത്. മനസ്സിലായോ? ആയോ? അല്ലാഹു തആല മനസ്സിലാക്കി. ഇത് ഭാഗം അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് നമ്മൾ കടുപ്പിക്കുമ്പോൾ അല്ലാഹു എന്ത് ചെയ്യും? അല്ലാഹു കടുപ്പിച്ചു കളയും. അവസാനം കൺഫ്യൂഷനാവും. ഏത് ചെയ്യണം എന്ന് നമുക്കറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിപ്പോ. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എളുപ്പം ചെയ്തു കൊടുക്കുക, സഹീല് ചെയ്തു കൊടുക്കുക, കടുപ്പിക്കരുത്. ദീൻ എന്ന് പറഞ്ഞപ്പെടാൽ ദീൻ യുസ്റുൻ, ദീൻ എളുപ്പമാണ്. ആളുകൾക്ക്
കേൾക്കുമ്പോ ആകെ കൺഫ്യൂഷനായി. ഓ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ലെങ്കിൽ ദീനാവൂല. ഇങ്ങനെ പറഞ്ഞ് ദീനിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആകെ കൺഫ്യൂഷനാക്കി ആളുകളുടെ മേൽ ദീൻ എന്ന് പറഞ്ഞാൽ വലിയ എടുക്കാൻ വയ്യാത്ത മല പോലത്തെ ഭാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ദീനിനെ പരിചയപ്പെടുത്താൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിട്ടുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ അദ്ദീനു യുസ്റുൻ, ദീൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഇഴകി ചേർത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒന്ന് മാത്രമേ പരിശുദ്ധമായ ദീനിലുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ തീർത്തു പറഞ്ഞു, ഒരു മനുഷ്യൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തുള്ളത് ദീനിലില്ല. അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ദീൻ പഠിപ്പിക്കരുത്, മടുത്തുപോകും. ദീനിനെ കൈയൊഴിഞ്ഞിട്ട് വേറൊന്നിലേക്ക് ആളുകൾ പോകും. ഈ ദീനിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മറ്റ് ദീനുകളിലേക്ക്, മറ്റു മാർഗങ്ങളിലേക്ക് ആളുകൾ പോകും. അതുകൊണ്ട് ദീനിനെ പറയുമ്പോ എപ്പോഴും സിമ്പിളാക്കി പറഞ്ഞു കൊടുക്കണം. ദീൻ യുസ്റാണ്, എളുപ്പമാണ്. കടുപ്പിച്ചാൽ അല്ലാഹ് കടുപ്പിക്കും. നഊദു ബില്ലാഹി അല്ലാഹ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ.